ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിന്ന് എൻ്റെ ഒരു പരീക്ഷണമാണ് കാണിക്കുന്നത്. എൻ്റെ 2 മാസത്തെ കാത്തിരിപ്പ് എന്തെന്ന് പറയാം, ഗീ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 മാസമായിട്ട് പാൽപ്പാട് ശേഖരിച്ച് വെച്ചതാണ് കേട്ടോ. ഇതിൽ ഒരു കുഞ്ഞു ടിന്നിലും ഒരു പാത്രത്തിലുമായിട്ട് ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇളക്കിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം വരെ ഞാൻ വേറെ വെള്ളത്തിലൊക്കെ വെച്ച് ഇതൊന്ന് അലിയിച്ചെടുത്താണ് ഇതിനെ ആ പാത്രത്തിൽ നിന്നും ഒന്ന് എടുക്കാനായിട്ട് തന്നെ പറ്റിയത് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്യുന്നുണ്ട് എങ്കിൽ ഇപ്പോൾ നമ്മൾ വൈകുന്നേരമാണിത് തയ്യാറാക്കുന്നതെങ്കിൽ ഉച്ചയ്ക്ക് എടുത്ത് മാറ്റണം. ഞാനിത് വൈകുന്നേരമാണ് എടുത്ത് മാറ്റി കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ പാടെല്ലാം അതിലുണ്ടായിരുന്നു. കാരണം അത്രയ്ക്കും പാടായിരുന്നു അതൊന്നൊന്ന് വിട്ട് വരാനായിട്ട്. കണ്ടോ, ഞാനിത് തന്നെ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് എടുത്തത്. പക്ഷേ എനിക്ക് ഇന്ന് തന്നെ ഇത് ചെയ്ത് തീർക്കണമെന്നുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്ത് കഷ്ടപ്പെട്ടാലും ഇത് ഇളക്കിയെടുത്ത് ഇത് ചെയ്യും എന്നുള്ളൊരു ഉറപ്പും ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് തന്നെ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടു. കുറേ നേരം വരെ വെള്ളത്തിൽ വെച്ചു, പിന്നെയും ഇളക്കിയെടുക്കും, പിന്നെയും കുറച്ച് നേരം വെള്ളത്തിൽ വയ്ക്കും. അങ്ങനെ ഒരുപാട് പണിപ്പെട്ടാണ് ഇത് മൊത്തത്തിൽ ഞാനൊന്ന് ഇളക്കിയെടുത്തത് കേട്ടോ. ഇത് എടുക്കുമ്പോൾ നല്ല ബട്ടർ പോലെ ഉണ്ടായിരുന്നു. കയ്യിലൊക്കെ നല്ലതുപോലെ എണ്ണല്ലോ നല്ല നെയ്യ് പോലെ ഒട്ടി വരുന്നുണ്ടായിരുന്നു. എനിക്ക് തന്നെ അതിശയമായിരുന്നു, ദൈവമേ ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ള ഒരു അതിശയം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് എന്തായാലും 2 ബോട്ടിലാണ് ഉണ്ടായിരുന്നത്. അതായത് ഒരു ബോട്ടിലും ഒരു പാത്രത്തിലുമായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റത്തത് എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ തയ്യാറാക്കി എടുത്തു. രണ്ടാമത്തത് ഞാൻ പിന്നീടാണ് ചെയ്തെടുത്തത്. രണ്ടും കൂടെ ഒരുമിച്ച് പറ്റത്തുണ്ടായിരുന്നില്ല. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയത് അത് ആ പാത്രത്തിലുണ്ടായിരുന്ന ഫുള്ള് ഞാൻ ഇതിലേക്ക് ഇട്ട് കേട്ടോ. അതെനിക്കൊരു അബദ്ധമായിരുന്നു. 2 തവണയായിട്ട് ഇട്ടാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ ഒരുമിച്ചിട്ടു. എനിക്കറിയില്ല അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. 2-3 വീഡിയോസും ഒക്കെ നോക്കിയിട്ടാണ് ചെയ്തത്. എന്തായാലും സക്സസ് ആയോ ഇല്ലെന്നുള്ള കാര്യം നമുക്ക് കാണാം കേട്ടോ. അപ്പം ഞാൻ ആ പാൽപ്പാട ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നീട് ഐസ് ക്യൂബ്സും ഇട്ടു കേട്ടോ. അപ്പോൾ ഇത് നല്ല തണുപ്പ് വേണം. തണുപ്പുണ്ടായാൽ മാത്രമേ ആ വെണ്ണയുടെ ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ മിക്സിയിലോട്ട് അടിക്കാൻ പോയി. ഞാൻ ആദ്യമായിട്ട് മിക്സിയിൽ അടിച്ച സമയത്ത് ഇതൊരുമാതിരി കടലപ്പായസം പോലെ കുറുകിയാണ് വന്നത്. പിന്നീട് കുറേ പ്രാവശ്യം അടിച്ചെടുത്ത സമയത്താണ് ഇങ്ങനെ ആയത്. എനിക്ക് അറിയത്തില്ലല്ലോ, നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന സമയത്ത് അവർ 2 തവണ അടിച്ചെടുക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണ് കാണിച്ചത്. ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചു ഫ്ലോപ്പായി എന്ന് വിചാരിച്ചു. എന്തായാലും കുഴപ്പമില്ല, കുറച്ച് നേരം ഒന്ന് അത് അടിച്ച് നോക്കാമെന്ന് വിചാരിച്ച് മിക്സിയുടെ ജാറിലിട്ട് പിന്നെയും അടിച്ച് നോക്കിയ സമയത്താണ് ഇതുപോലെ കിട്ടിയത്. പക്ഷേ എനിക്ക് ആ സമയത്ത് വീഡിയോ എടുത്തില്ല. എനിക്കൊരു ടെൻഷനായിരുന്നു, എന്താവും എന്നുള്ള ടെൻഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തില്ല. ഇത് ഞാൻ അടുത്ത ടൈമിൽ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്ട്രക്ചറും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അരിപ്പ് വെച്ച് അരിച്ചെടുത്തതിന് ശേഷം നല്ല വെണ്ണ പോലത്തെ സംഭവമായിരുന്നു കേട്ടോ. എനിക്കൊരു വല്ലാത്തൊരു പ്രൗഡായിട്ട് തോന്നി. ഞാൻ തന്നെയാണോ ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നി. നമ്മൾ ചെയ്യുന്ന ഇതുപോലെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് അത് സക്സസ് ആയി കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. മറ്റുള്ളവർക്കത് സന്തോഷമായിട്ട് തോന്നത്തില്ല, പക്ഷേ നമുക്കത് സന്തോഷമായിരിക്കും. കാരണം നമ്മൾ അത്രത്തോളം അത് ആഗ്രഹിച്ച് ചെയ്യുമ്പോൾ. ഇതിപ്പോൾ ഞാൻ എൻ്റെ 2 മാസത്തെ കാത്തിരിപ്പാണ്. 2.5 ആണെന്ന് തോന്നുന്നു കേട്ടോ. അത്രത്തോളം ഇതിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരുന്ന് ചെയ്തൊരു സംഭവമാണ്. ഇനി 2-3 തവണ മാറ്റി തണുത്ത വെള്ളത്തിൽ 2-3 പാത്രത്തിലോട്ട് മാറ്റി കേട്ടോ. മാറ്റിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി എടുക്കുന്ന സമയത്ത് വെണ്ണ മാത്രമായിട്ട് ഇതുപോലെ കിട്ടും കേട്ടോ. ഞാൻ എന്തെന്ന് പറയാം, ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും ചേട്ടൻ എനിക്ക് മൊബൈൽ ക്യാമറ പിടിച്ചു തന്നു കേട്ടോ. ചേട്ടൻ്റെ അടുത്ത് ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. കാരണം എനിക്ക് അത്രത്തോളം എനിക്ക് സന്തോഷമായിരുന്നു കേട്ടോ. ഇങ്ങനെ തന്നെ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായിരുന്നു. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റിയ സന്തോഷമായിരുന്നു കേട്ടോ. എന്തായാലും ഇത് സക്സസ് ആയിട്ട് വരുന്നുണ്ടോ ഇല്ലെന്നുള്ളത് നമുക്ക് കാണാം. പിന്നെ ഈ ഒരു ബോട്ടിലും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ 2ാമതാണ് ചെയ്തത്. പിറ്റേ ദിവസമാണ് അത് ചെയ്തത്. അത് വീഡിയോസായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ഡേ ആണ് ചെയ്തത്. അതും കൂടെ അത് തീരെ കുഞ്ഞു കുപ്പിയായതുകൊണ്ട് തന്നെ ഇളക്കിയെടുക്കാൻ പാടായതുകൊണ്ട് ഇത് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷമാണ്, അല്ല ഫ്രീസറിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷമാണ് അത് ചെയ്തത്. ഇതാണ് ഞാൻ ഫസ്റ്റ് ഡേ ചെയ്തത് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 ബോൾസായിട്ടാണ് കിട്ടിയത്. ആ 2 ബോൾസും നന്നായിട്ട് 2-3 വെള്ളത്തിലാക്കിയിട്ട് മാറ്റിയും തിരിച്ചും ഒക്കെ എടുത്തു. വെണ്ണ മാത്രമായിട്ട് നമ്മുടെ കയ്യിലോട്ട് വരും. അതിനെയാണ് പിന്നീട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത് കേട്ടോ. ഇങ്ങനെ ഉരുട്ടി എടുക്കാം. നമ്മൾ ചില വീഡിയോസിലൊക്കെ അത് അവർക്ക് കാണുന്ന ഒരു ഭംഗിക്ക് വേണ്ടി നല്ല ബോൾസൊക്കെ ആയിട്ട് എടുക്കും കേട്ടോ. എനിക്ക് പിന്നെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഇങ്ങനെയാണ് വരുന്നത്.
പാത്രം നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുത്തത്. ഞാൻ 2 ബോൾസാക്കിയാണ് എടുത്തത്. ആ 2 ബോൾസും പാത്രം നന്നായിട്ട് ചൂടായതിന് ശേഷം ചെറിയ സിമ്മിലിട്ടതിന് ശേഷമാണ് ഇത് വെച്ച് കൊടുത്തത്. ചിലപ്പോൾ അടി പിടിച്ചാലോ എനിക്കറിയില്ല. ചിലവരൊക്കെ നല്ല ഇരുമ്പ് ചട്ടിയിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഞാനത് സ്റ്റീലല്ലേ, അപ്പോൾ ഇതെങ്ങനെയാവും എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് പാത്രം ചൂടായതിന് ശേഷം തീ ഒന്ന് കുറച്ച് സിമ്മിൽ വെച്ചതിന് ശേഷമാണ് ഇത് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ പെട്ടെന്ന് ഇങ്ങനെ അലിഞ്ഞലിഞ്ഞ് വരുന്നതായിട്ട് കണ്ടു. അപ്പോൾ തന്നെ ഒരു സമാധാനമായി കേട്ടോ. എന്തായാലും ഞാൻ ചെയ്യുന്നത് ഫ്ലോപ്പായി പോകില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ കുറേ നേരം വരെ സിമ്മിലിട്ട് തന്നെയാണ് ഇത് അലിയിച്ചെടുത്തത് കേട്ടോ. നല്ല ടൈം എടുത്തു ഇതൊന്ന് ശരിയായി വരാനായിട്ട്. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ സിമ്മിലിട്ട് പതുക്കെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരുന്നു. നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടി പിടിക്കും. അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. സിമ്മിലായിരിക്കും. അരമണിക്കൂറോളം എടുത്തു കേട്ടോ ഇതൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. കുറേ നേരം വരെ ഇളക്കി എടുത്തതിന് ശേഷം ഈ ഒരു പരുവാകും കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് തീ കൂട്ടി വെക്കും കേട്ടോ. കാരണം എനിക്ക് ക്ഷമ കെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഇടയ്ക്കിടയ്ക്കൊന്ന് കൂട്ടി വയ്ക്കും, പിന്നെയും സിമ്മിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും. അവസാനം ഇങ്ങനെ ഒരു സ്ട്രക്ചറിൽ വരും. ഈ സമയത്ത് തന്നെ നല്ല മണമായിരിക്കും കേട്ടോ. നല്ല മണം എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മണമായിരിക്കും. അതായത് ഞാൻ ആ നെയ്യ് ഉണ്ടാക്കിയെടുത്ത സമയത്ത് ഇത് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. ഇത് ഞാൻ 2ാമത്തെ ദിവസം ഇങ്ങനെയാണ് അവസാനം ആയി വരുന്നത്. എനിക്ക് ആ സമയത്തേക്ക് ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് തന്നെ എനിക്ക് അത് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞാൻ 2ാമത്തെ ദിവസം ചെയ്തതാണ്. മറ്റേത് ഫസ്റ്റത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.